ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ കാണാം. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ഐക്കൺ ഒന്ന് അമർത്തണേ. എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമുക്ക് ഈ രീതിയിൽ ഒരു ബീൻസും ക്യാപ്സിക്കവും ഓണിയനും കൂടി തോരനൊന്നുണ്ടാക്കി നോക്കിയാലോ. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 400 ഗ്രാം കട്ട് ചെയ്ത ബീൻസ്, ഒരു ക്യാപ്സിക്കം, ഒരു വലിയ ഉള്ളി, 2 വെളുത്ത ഉള്ളി, 3 വറ്റൽമുളക്, 3 പച്ചമുളക്, ഒരു 1/2 സ്പൂൺ ജീരകം, 1/2 സ്പൂൺ കടുക്, സ്പൈസസിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവയെല്ലാം കുറച്ച് വീതം, പിന്നെ കുറച്ച് കായവും ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടിയും. ഇനി ആ ഉള്ളിയും ക്യാപ്സിക്കവും നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചൂടാക്കിയ ആ പാനിലേക്ക് 2 സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിക്കാം. അതിനോട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുക് ചേർക്കാം. വറ്റൽമുളക് 3 എണ്ണം അതിനോട് ചേർക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊക്കെ പൊട്ടി വരുമ്പോൾ ആ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി അതിനോട് ചേർക്കാം. അതൊന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം അതിനോട് ചേർക്കാം. ഇനി എല്ലാം ഒന്നുകൂടി നല്ലവണ്ണം മിക്സ് ചെയ്യാം. കുറച്ചു നേരം മൂടി വെക്കാം. അതിന് ശേഷം ഒരു 1/2 സ്പൂൺ ജീരകം അതിനോട് ചേർക്കാം. പിന്നെ അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കാം. പിന്നെ അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിനോട് ചേർക്കാം. പിന്നെ കുറച്ചു നേരം ഒന്ന് മൂടി വെക്കാം. ഇനി ആ എടുത്തിരിക്കുന്ന 400 ഗ്രാം ബീൻസ് അതിനോട് ചേർക്കാം. എല്ലാ സ്പൈസസും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. പിന്നീട് കുറച്ച് കായം കൂടി അതിനോട് ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. കുറച്ചു നേരം മൂടി വെക്കാം, ഒരു 10 മിനിറ്റ് നേരം. അപ്പോൾ നമ്മുടെ അടിപൊളി ബീൻസ് ക്യാപ്സിക്കം ഓണിയൻ തോരൻ റെഡി. ഇനി അതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഫ്രണ്ട്സ്, എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണേ. എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.